വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വെറ്ററാണ് കേട്ടോ, ക്രോഷ്യ വെച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ വലിച്ചു നിർത്തുന്നില്ല. ഫസ്റ്റിലെല്ലാം നമ്മൾ കണ്ടു കാണും. അത് നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സിലായി പിടിച്ചതാണ്. ഫസ്റ്റ് രാവിലെ തന്നെ നീച്ച്, അതും ഞാൻ നീച്ചത് തന്നെ 6 മണിക്കാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. എന്നിട്ട് ഒരു ബൂസ്റ്റായിട്ട് തന്നെ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഞാൻ പ്ലാൻ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾ കമ്പനിയിലുണ്ടാവും. അതുപോലത്തെ ഒരു കുപ്പായാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ എത്തും, എവിടെ വരെ എത്തും ഒന്നും ഐഡിയ ഇല്ല. പക്ഷേ ഈ ക്രോഷ്യൻ്റെ മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലൊന്നുമല്ല, അതിൻ്റെ ഫൈനൽ കാണാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിലായിരിക്കും നമ്മൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആവുന്നത്. പിന്നെ ഈ ക്രോഷ്യ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. ഈ ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ചും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ ഒരു ബിഗിനറൊക്കെ തന്നെയാണ്, എന്നാൽ ഞാൻ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന പല സാധനങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ പാറ്റേൺസ് കണ്ടെത്തും. ആ കണ്ടെത്തിയ പാറ്റേൺസ് പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം രീതി എനിക്ക് മനസ്സിലാവും. അത് കണ്ട് ഞാൻ എൻ്റെ ഊഹത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റും. അത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യുക റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ വരുത്തി വെക്കരുത്. സോ നിങ്ങൾ ആദ്യം തന്നെ കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്കുക എല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടേക്കോ എത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ ഇടുക. നമ്മൾ എത്ര ആർക്കാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ബേബീസിനാണോ, അതോ നമ്മളെപ്പോലെ കുറച്ചുകൂടെ ടീനേജ് ആയിട്ടുള്ള അവർക്കാണോ, നമ്മൾ സൈസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്ര ചെയിൻസ് വേണ്ടി വരും, എത്രത്തോളം വലിപ്പം നമുക്ക് വേണ്ടി വരും എന്നുള്ളതിനനുസരിച്ച് ചെയിൻ ഇടുക. അതൊക്കെ നമ്മളുടെ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇട്ടിരുന്ന ചെയിൻസ് എന്ന് പറഞ്ഞാൽ 41 ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കിപ്പോൾ വലിയ ഓർമ്മയില്ല. ഞാൻ എന്തോ ഒരു ഇതിൽ 41, അതിപ്പോൾ ഞാൻ എൻ്റെതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കൂടുതലിടാം അല്ലെങ്കിൽ കുറവിടാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള യാണും കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുക. ഇതൊരു കോട്ടൺ ടൈപ്പ് ഒന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കോട്ടൺ ടൈപ്പ് അല്ല, കുറച്ചുകൂടെ ഒരു ഗ്രേസ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ ഒരയുള്ള പോലത്തെ ടൈപ്പാണ് കേട്ടോ. യാൺസൊന്നും എനിക്ക് വലിയ ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാൺസ് ഏതാ വെച്ചാൽ അത് എടുക്കാം. പിന്നെ ഇത് എത്ര ഗ്രാം ടോട്ടലി ആയി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ ഇത് കുറച്ച് നീണ്ട കഥയാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് തീരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ പാറ്റേൺസ് ഫുൾ തീരും. അതുകൊണ്ട് ഞാനത് പിന്നെ പറയാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ആണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ആവുമെന്നൊന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ നൂല് തന്നെ നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, കഥ പറയാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ ചെയ്യുക. അതിന്മേൽ കൂടെ സിംഗിൾ ക്രോഷ് ചെയ്യുക. അത് അറിയാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിംഗിൾ ക്രോഷിങ് കൊണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അങ്ങോട്ട് 3 ചെയിൻ ചെയ്യുക. അതിനുശേഷം യാണോർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ അങ്ങനെ ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഇത്രയും നേരം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. എനിക്കിത് ഏകദേശം ഒരു 3 to 4 days ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. ഞാൻ കുറേ ബ്രേക്കൊക്കെ എടുത്താണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയും ഡേയ്സ് വന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്തുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നൂല്, അതായത് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പാറ്റേൺ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ടോട്ടലി നോക്കുമ്പം പാറ്റേൺ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ബാക്കിയുള്ളതൊക്കെ എൻ്റെ വീട്ടിലൊരു കുട്ടി പാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അവളെന്നെ വോയിസ് റെക്കോർഡ് പോലും കൊടുക്കാൻ അയക്കുന്നില്ല. സോ നിങ്ങൾ അവളുടെ വോയിസ് ഒന്ന് കേട്ടോക്കെ. അവളിങ്ങനെ ഇടക്കിടക്ക് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അവളുടെ ഭാഷ ഒന്നും മനസ്സിലായില്ല. പിന്നെ വോയിസ് ഓവർ എഴുതുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അവളുടെ സൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാറ്റേൺസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ വെള്ളം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ചൊരു സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് അത്ര കൂടുതൽ ആക്കിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കുറച്ച് ഷോർട്ടൊന്നുമല്ല, കുറച്ചധികം തന്നെ ഉണ്ട് എൻ്റെ വീഡിയോ. അപ്പം ഒന്നാമത് കുറേ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ് യാത്ര ചെയ്തത്. സോ അങ്ങനെ നമ്മൾ അത്രയും ചെയ്തതിൻ്റെ പിന്നെ എത്ര ആക്കി കേട്ടോ. അതന്നെ ഒരു ഇരിപ്പിലാണ് ഞാൻ ഇത്ര ചെയ്തത്. ഇത് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. അത്രത്തോളം ടാസ്ക്കാണ് ഗൈസ് ചെയ്തത്. ആദ്യം ഇത് ചെയ്തപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച ഗൈസ് ഇതൊക്കെ കൂടുതൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം 24 റോസായിട്ട് നമുക്ക് ചെയ്യണം. റോസ് മീൻസ് അതായത് നമ്മൾ റൗണ്ട് അടിച്ച് ചെയ്ത് വരണമല്ലോ. അങ്ങനെ നമുക്ക് 24 ചെയ്യാനുണ്ടാവും മിക്കവാറും. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം കുറച്ച് ദിവസമായി ഞാൻ ഉണ്ടാക്കിയിട്ട്, അതാണ് ഞാനിതിങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ 4 പുറം അതായത് ഓരോ സൈഡിൽ ഞാൻ ക്ലിപ്സ് കുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ക്രോഷ്യൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ക്ലിപ്സൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പല പല ടൈപ്പ് ക്ലിപ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലിപ്സൊക്കെ കണ്ടോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ അടിയിലേക്കുള്ള ആ ഭാഗമാണ് കണ്ടോ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ ക്ലിപ്സ് കുത്തിയേക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കയ്യിനനുസരിച്ച്
നമുക്കിങ്ങനെ ആയി വരുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും. കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു ഭാഗമായിട്ടുള്ളൂ. പിന്നെ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞില്ല, അത് ഞാൻ നോക്കാണ്ട് ചെയ്തതാണ്. അത് എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റും കേട്ടോ. ആ 2 പോർഷൻ്റെയും മേൽഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് കുറച്ച് വളഞ്ഞിട്ടും ഒന്നിങ്ങനെ ഷേപ്പിനും. അപ്പോൾ നമ്മളിതിൽ ഒരു എന്താ പറയുക, ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ ഡബിൾ ക്രോഷ ആണെന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇരുന്നും ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പീഡിലിട്ട് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഹാർഡ് വർക്ക് അത് ഭയങ്കര ടഫാണ് ഗൈസ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഗൈസ്, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയുക, ഇപ്പം വോയിസ് ഓവർ എടുക്കുമ്പോൾ തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം ഇതൊക്കെ തരണം ചെയ്ത് തന്നെ എനിക്കിത് ഇടേണ്ടി വരും. കാരണം കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ച് എനിക്ക് ഗാലറിയിൽ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്യൂട്ടോറിയൽ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കൂടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പാറ്റേൺ ശ്രദ്ധിച്ചോളൂ. ഞാനിങ്ങനെ വല്ല ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. ഇത് നിങ്ങളുടെ വലുപ്പത്തിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചെടുക്കാം. എനിക്ക് ഇതുണ്ടാക്കുന്നതിൽ ഇതിനിപ്പോൾ എന്താ പറയുക, ഒരു കോട്ട് എന്നൊക്കെ പറയാം അല്ലേ, പിൻട്രസ്റ്റ് കോട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അളവിലാണ് എടുത്തത്. എൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിനും അളവിലാണ് ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചായപ്പോഴത്തേക്കും ഇത് എനിക്ക് വലിപ്പത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചൊക്കെ വലിപ്പം കുറവായിരുന്നു ബാക്ക് സൈഡിൽ. അങ്ങനെ കുറവൊന്നുമല്ല, കുറവായി തോന്നുന്നു, അങ്ങനെ മേലേക്ക് പൊന്തി നിൽക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് വേണ്ട, എൻ്റെ അനിയത്തിക്ക് കൊടുക്കാം. അങ്ങനെ എൻ്റേതായതുകൊണ്ട് തന്നെ കുറച്ച് വീതി കൂടുതലുണ്ട്, വലിപ്പം കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൾക്ക് വീതി കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. ഞാൻ വീതി പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് തുന്നിയാണ് ചെയ്ത് പിന്നെ മെഷീനിൽ വെച്ച് അടിച്ച് നോക്കാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്ര പോസിബിൾ അല്ല, എന്നാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാ നമ്മളിവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കുറേ ടൈം എടുത്താണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങളെടുത്താണ് ചെയ്തത്. ഒരു 1-2 അത്ര വീക്സ് ഉള്ളിൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ കുറേ ഗ്യാപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ അല്ലെങ്കിൽ എനിക്ക് മൂഡ് ഉണ്ടാകുന്നത് ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ചെയ്യുക. അതും ഞാൻ ഈ ഒരു ഫൈനൽ ലുക്ക് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, ഈ ഒരു ക്രോഷ്യ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ ഗോസി വൈബ് ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ നല്ല മൂടിക്കെട്ടുള്ള നല്ലൊരു ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ഗൈസ്. കുറേ നേരം ഇരുന്ന് ചെയ്തു. ഇതുകൊണ്ടൊക്കെ ഉണ്ടായൊരു ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിൻ ആകെ അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഹാർഡ് വർക്ക് എടുക്കണമെന്നാണല്ലോ. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ വരെയുള്ള കൈ ഉണ്ടാവുമെന്ന് വിചാരിച്ചുള്ളൂ. ചെയ്തോന്നിപ്പോൾ ഇത്രയും ഉണ്ടായി. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അത്രയുള്ളൂ. ബൈ.